I'm sorry, I'm a bit arrogant. We have a top manager. Again, please don't call me arrogant because I'm saying is true. I'm European champion, so I'm not one of. ഞാൻ അല്പം അഹങ്കാരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. പക്ഷേ നമ്മുടേത് ഒരു ടോപ്പ് മാനേജറാണ്. പ്ലീസ് എന്നെ അഹങ്കാരി എന്ന് വിളിക്കരുത്. കാരണം ഞാൻ പറയുന്നത് സത്യമാണ്. ഞാനൊരു യൂറോപ്യൻ ചാമ്പ്യനാണ്. അതുകൊണ്ട് ഞാൻ വെറും ഒരു സാധാരണക്കാരനല്ല. ഐ തിങ്ക് ഐ ആം ദി സ്പെഷ്യൽ വൺ. 2004 ലണ്ടനിൽ വന്നിറങ്ങിയ ഹൊസേ മൊറീഞ്ഞോ പറഞ്ഞ ഈ വാക്കുകൾ ഫുട്ബോൾ ചരിത്രത്തെ തന്നെ മാറ്റിമറിച്ചു. മൊറീഞ്ഞോയുടെ ഫുട്ബോൾ യാത്ര തുടങ്ങുന്നത് അദ്ദേഹം ജനിക്കുന്നതിന് മുൻപേയാണ്. പിതാവ് ഫെലിക്സ് മൊറീഞ്ഞോ ഒരു പ്രൊഫഷണൽ ഫുട്ബോൾ ഗോൾ കീപ്പറായിരുന്നു. പക്ഷേ ഫുട്ബോൾ എത്രത്തോളം ക്രൂരമാണെന്ന് ഹൊസേ പഠിച്ചത് തൻ്റെ 9ാം വയസ്സിലാണ്. ഒരു ക്രിസ്മസ് ദിനത്തിൽ അത്താഴം കഴിക്കാനിരിക്കുമ്പോഴാണ് അച്ഛനെ തേടി ആ വാർത്ത എത്തുന്നത്, തൻ്റെ ജോലി നഷ്ടപ്പെട്ടുവെന്ന്. അച്ഛൻ കരയുന്നത് കണ്ട ഹൊസേ അന്നേ ഉറപ്പിച്ചു തനിക്ക് ഫുട്ബോളിൽ വലിയ എന്തെങ്കിലും ആകണമെന്ന്. കളിക്കാരൻ എന്ന നിലയിൽ വലിയ വേഗതയോ കരുത്തോ ഇല്ലായിരുന്നു ഹൊസേയ്ക്ക്. തൻ്റെ കരിയർ പാതി വഴിയിൽ ഉപേക്ഷിച്ച് ഒരു ടോപ്പ് മാനേജറാകാൻ തീരുമാനിച്ചു. ബോബി റോബ്സിൻ്റെ വിവർത്തകനായി തൻ്റെ കരിയർ തുടങ്ങിയപ്പോൾ എല്ലാവരും അയാളെ പരിഹസിച്ചു. പക്ഷേ ആ സമയത്തൊക്കെ ഫുട്ബോൾ തന്ത്രങ്ങൾ പഠിക്കുകയായിരുന്നു അയാൾ. പിന്നീട് പോർട്ടോയെ ചാമ്പ്യൻസ് ലീഗ് വിജയത്തിലേക്ക് നയിച്ചതോടെ ആ ലോകം സ്പെഷ്യൽ വണ്ണിനെ അംഗീകരിച്ചു. ചെൽസിയിലും ഇന്റർ മിലാനിലും റയൽ മാഡ്രിഡിലും അദ്ദേഹം വിജയക്കൊടി പാറിച്ചു. റയലിലെ മെൻസ്യൂട്ട് ഓസിലിനെ പ്രണയത്തിൻ്റെ പേരിൽ ശാസിച്ചതും ബാഴ്സലോണയുടെ അപ്രമാദിത്വത്തെ തകർക്കാൻ യുദ്ധം പ്രഖ്യാപിച്ചതും ആരാധകർക്കിടയിൽ വലിയൊരു വാർത്തയായിരുന്നു അന്ന്. എതിരാളികളുടെ കണ്ണിൽ വിരലിട്ടും റഫറിയെ കാർ പാർക്കിങ്ങിൽ കാത്തുനിന്ന് ചീത്ത വിളിച്ചും അയാളെന്നും വാർത്തകളിൽ നിറഞ്ഞു നിന്നു. ഇനി 2026 ഏറ്റവും പുതിയ വാർത്തകളിലേക്ക് വരുമ്പോൾ ഫുട്ബോൾ ലോകം വീണ്ടും മൊറീഞ്ഞോയ്ക്ക് പിന്നാലെയാണ്. തുർക്കിഷ് ക്ലബായ ഫെനർബാഷയിലും പിന്നീട് ബെൻഫിക്കയിലുമായിരുന്നു അദ്ദേഹം. അതേസമയം റയൽ മാഡ്രിഡ് ഇപ്പോൾ വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നത്. അൽവാരയുടെ കീഴിൽ ടീം ഇപ്പോൾ കിതയ്ക്കുകയാണ്. ബാഴ്സയോട് പരാജയപ്പെട്ട് ലാ ലീഗ കിരീടം നഷ്ടമായതും എംബാപ്പയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും റയലിനെ ഉലച്ചു കഴിഞ്ഞു. ഈ സാഹചര്യത്തിലാണ് പെരീസ് തന്റെ വിശ്വസ്തനായ പഴയ പോരാളിയെ തിരിച്ചു വിളിക്കുന്നത്. ഹൊസേ മൊറീഞ്ഞോ റയൽ മാഡ്രിഡിലേക്ക് മടങ്ങിയെത്താൻ പോകുന്ന വാർത്തകൾ ഇപ്പോൾ തന്നെ പുറത്തു വന്നു കഴിഞ്ഞു. കഴിഞ്ഞ 13 വർഷങ്ങൾക്ക് ശേഷം ആ പഴയ രാജാവ് തൻ്റെ സാമ്രാജ്യം വീണ്ടെടുക്കാൻ സാന്റിയാഗോ ബെർണബൂവിലേക്ക് മടങ്ങിയെത്തുകയാണ്. സ്നേഹിച്ചാലും വെറുത്താലും ഹൊസേ മൊറീഞ്ഞോയെ പോലെ ഒരു വ്യക്തിത്വം ഫുട്ബോളിൽ വേറെയില്ല. അദ്ദേഹമെന്നും ദി സ്പെഷ്യൽ വൺ തന്നെയായിരിക്കും. മൊറീഞ്ഞോയുടെ 2ാം വരവ് റയൽ മാഡ്രിഡിനെ തന്നെ പഴയ പ്രതാപത്തിലേക്ക് കൊണ്ടുപോകുമോ? കാത്തിരുന്ന് കാണാം.